എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഏറ്റവും പ്യൂറായിട്ടുള്ള വെളിച്ചെണ്ണ കൊടുക്കുന്ന തരണിയിൽ ഓയിൽ മിൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്കാണ്. പോരുമോ? ആയിക്കടാ. ഈ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ മില്ലിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. വളരെയധികം ആൾക്കാർ ഈ മില്ലിൽ നിന്നും വെളിച്ചെണ്ണ മേടിച്ച് സംതൃപ്തി നേടിയിട്ടുള്ള ആൾക്കാരാണ്. കേരളത്തിലും വിദേശത്തുമായിട്ട് ധാരാളം ആളുകൾ ഈ മില്ലിൽ നിന്ന് വെളിച്ചെണ്ണ മേടിച്ച് ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു കൃത്രിമ വെളിച്ചെണ്ണയുടെ ഉപയോഗമാണെന്ന്. അതിനൊരു ശാശ്വത പരിഹാരമായിട്ടാണ് ഞാനിന്ന് തൊടുപുഴ തരണിയിൽ ഓയിൽ മില്ലിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടൻ്റെ പേരെന്ന് പറയുമോ? എൻ്റെ പേര് TC രാജു, തരണിയിൽ. ഇവിടെ ഈ മില്ല് പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര നാളായി? 76-77 കാലഘട്ടങ്ങളിൽ എൻ്റെ പിതാവ് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് തരണിയിൽ ഓയിൽ മില്ല്. പിതാവിൻ്റെ പേര് TV ചാക്കോ, തരണിയിൽ. ഇവിടെ തന്നെയാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത്? തൊടുപുഴ തന്നെയാണ് ഇവിടെ തന്നെ പിതാവായിട്ട് തുടങ്ങിയത് അല്ലേ? ഇപ്പം പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ചേട്ടാ? പ്രവർത്തനങ്ങൾ ഇപ്പം നല്ല രീതിയിൽ പോകുന്നു. പിതാവിൻ്റെ കാലത്ത് തന്നെ ഞങ്ങൾക്ക് ധാരാളം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ കൊച്ചിയിലായിരുന്നു കൂടുതൽ എണ്ണ വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ തൊടുപുഴയിൽ തന്നെ എണ്ണ തികയുന്നില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അതിൻ്റെ പേരിൽ ഞങ്ങൾ റോട്ടറി ചക്കിലാണ് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. പരമ്പരാഗതമായിട്ടുള്ള ഒരു സംവിധാനമാണ് റോട്ടറി ചക്ക്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് എണ്ണ കിട്ടുന്നു. അതായത് എണ്ണ ചൂടാകാതെ എക്സ്പെല്ലർ യൂണിറ്റിൽ നമ്മൾ തലയിൽ വയ്ക്കുമ്പോൾ തലമുടി പോകും, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ടാവുന്നുണ്ട്. ഇതെല്ലാം കവർ ചെയ്യുന്നൊരു സംവിധാനമാണ് റോട്ടറി ചക്ക്. അപ്പോൾ എണ്ണ ഒരിക്കലും അതിൻ്റെ ചൂടാകാതെ പദം മാറാതെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകത. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ കസ്റ്റമേഴ്സ് കൂടുതൽ വരുന്നതുകൊണ്ട് ഞങ്ങൾ 10 ചക്കോളം ഫിറ്റ് ചെയ്ത് ഞങ്ങളുടെ ഉൽപ്പാദനം ഇരട്ടിയോളം വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു. ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച സംരംഭകൻ എന്നുള്ള അവാർഡ് എനിക്ക് ആണ് കിട്ടിയിട്ടുള്ളത്. അത് വ്യവസായ മന്ത്രിയിൽ നിന്നാണ് അവാർഡ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഫാദറാണല്ലേ? ഫാദറിൻ്റെ കൂടെ എത്രാം വയസ്സിലാണ് കൂടിയത്? ഒരു 30 വയസ്സിൽ. 30 വയസ്സിൽ ഫാദറിൻ്റെ ഒപ്പം തന്നെ സഹായിക്കാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ആദ്യം പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഫാദറിൻ്റെ കൂടെ സപ്പോർട്ടിങ് ആയിട്ട് ഉണ്ടായിരുന്നു. ഫാദറിൻ്റെ മരണശേഷമാണ് നമ്മൾ പൂർണ്ണമായിട്ട്. ആദ്യം ഏത് പ്രൊഫഷനായിരുന്നു ഏറ്റെടുത്തത്? ഫാദർ പറയുന്ന കാര്യങ്ങൾ കൊച്ചിയിൽ പോയി സെയിൽസിന് പോവുക, മട്ടാഞ്ചേരിയിലാണ് എണ്ണ കൊടുത്തുകൊണ്ടിരുന്നത്. അവിടെ പോയി എണ്ണ കൊടുത്ത് അതിൻ്റെ പൈസ മേടിച്ചുകൊണ്ട് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ആദ്യ കാലങ്ങളിൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉത്തരവാദിത്തം ഫാദറിൻ്റെ മരണശേഷം. ഫാദർ മരിച്ചിട്ട് 12 വർഷമായി. ഫാദറിൻ്റെ മരണശേഷമാണ് പൂർണ്ണമായും ഞങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ചേട്ടനാണോ? ഞാനും ഞങ്ങളുടെ ഫാമിലി ബിസിനസ്സാണ്. ഫാമിലി ബിസിനസ്സാണ്. അതെ അല്ലേ? മോനല്ലേ? ഇളയ മോനെ. നമ്മുടെ ഈ സെയിൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം? സെയിൽസ് കൂടുതൽ കസ്റ്റമേഴ്സും ഞങ്ങളുടെ ഇവിടെ വന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. മെയിൻ കസ്റ്റമേഴ്സ് അല്ല. പിന്നെ ഓൺലൈനിലുണ്ട്. നമ്മൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ 4 കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങൾ ഹോം ഡെലിവറി കൊടുക്കുന്നുണ്ട്. അകലെയുള്ള ആളുകൾക്ക് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ പാഴ്സൽ സർവീസോ അങ്ങനെ ഏത് വിധേനയും ഞങ്ങൾ എത്തിച്ചു കൊടുക്കാൻ തയ്യാറാണ്. നമുക്ക് ഇവിടെ പരസ്യം കൊടുക്കേണ്ട കാര്യമില്ല. ഈ തരണിയിൽ എന്ന് പറഞ്ഞൊരു പരസ്യം പുറത്തേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം പല വെളിച്ചെണ്ണയുടെയും ലേബിൾ കണ്ടിട്ടുണ്ട്. വണ്ടികളിലൊക്കെ ഹോർഡിങ് പോലെ വലിയ ഫ്ലെക്സ് ബോർഡ് പിടിപ്പിച്ച് ലൈറ്റും ഇട്ടിട്ട് ഭയങ്കര പരസ്യങ്ങൾ കാര്യങ്ങളും TV കൂടെയൊക്കെ കയറ്റി വിടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് 2 വാക്കൊന്ന് പറയാമോ? ഞങ്ങളുടെ ക്വാളിറ്റിയെക്കുറിച്ച് ഞങ്ങൾക്ക് പരസ്യത്തിൻ്റെ ആവശ്യമില്ല. ജനങ്ങളാണ് ഞങ്ങളുടെ പരസ്യം. അവർ തന്നെ വാങ്ങിക്കുകയും അവർ മറ്റുള്ളവരോട് പറയുകയും ചെയ്താണ് കൂടുതലും നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു സാധാരണ ആളുകളെല്ലാം കുറഞ്ഞ ക്വാളിറ്റി സാധനം കൊടുത്തിട്ട് അതിന് സമ്മാനങ്ങൾ ഓഫർ ചെയ്യും. ഞങ്ങളുടെ സാധനം മേടിച്ചാൽ ഇത്ര സമ്മാനം കിട്ടും. ഞങ്ങൾ അങ്ങനെ യാതൊരുവിധ ഈ സമ്മാനങ്ങളൊക്കെ ജനങ്ങളെ ആകർഷിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. പറയാനുള്ളത് ഈ കുറഞ്ഞ ക്വാളിറ്റിയുള്ള എണ്ണ തമിഴ്നാട്ടിൽ 100 രൂപയ്ക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ 120-നും 130-നും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അത് മേടിച്ച് ജനങ്ങൾ വഞ്ചിതരാകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് 1 കിലോ കൊപ്രയ്ക്ക് 100 രൂപയുടെ മേലെ വിലയാണ്, പ്ലസ് GST. അത് 62.5 കിലോ എണ്ണയും 35 കിലോ പിണ്ണാക്കുമാണ് കിട്ടുന്നത്. ഇതിൽ ചില വേരിയേഷൻസ് അങ്ങോട്ടും. ഈ വില കുറഞ്ഞ എണ്ണകൾ എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ക്വാളിറ്റി കുറഞ്ഞ എണ്ണകൾ മിക്സ് ചെയ്ത് കേരളത്തിലേക്ക് ധാരാളം തേങ്ങയ്ക്കകത്ത് വെച്ചും ഒക്കെ വരുന്നുണ്ട്. അതെ, ഞാനെന്ന് ചോദിക്കട്ടെ, അതായത് ഈ
ഉപയോഗിച്ച എഞ്ചിൻ ഓയിലിൽ നിന്ന് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് പറയാൻ എനിക്കറിയില്ല. ഏതായാലും ക്വാളിറ്റി ഇല്ലാത്ത എണ്ണയാണ്. ക്വാളിറ്റി നമ്മളൊരു ബിസിനസ് ആകുമ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല. എങ്കിൽ തന്നെ കൂടുതലും അസുഖങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എണ്ണകളുടെ അതായത് ഉപയോഗങ്ങളാണല്ലേ. ഈ സൺഫ്ലവറിൻ്റെ കുരു പിന്നെ സൺഫ്ലവറിൻ്റെ സീഡിന് സാധാരണ 80 രൂപയാണ്. ഞാൻ കുറച്ച് സൺഫ്ലവർ നമ്മുടെ പുരയിടത്ത് കൃഷി ചെയ്യാനായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നു. ഏറ്റവും കുറഞ്ഞ സീഡിന് 80 രൂപയാണ് വില. അതായത് അതിൽ കുറച്ച് സീഡ് കിട്ടാനേ ഇല്ല. അപ്പോൾ ഈ സൺഫ്ലവർ ഓയിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ 150 രൂപയും 130 രൂപയ്ക്കൊക്കെ സൺഫ്ലവറിൻ്റെ ഓയിൽ നമുക്ക് വിപണിയിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഈ കണക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഇത് ഒക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു തരുമോ? സാധനങ്ങളെല്ലാം കേരളത്തിൽ മാത്രമേ വിറ്റഴിക്കുന്നുള്ളൂ. അതായത് 8 കിലോ സൺഫ്ലവറിൻ്റെ സീഡ് ഉണ്ടെങ്കിലേ 1 കിലോ എണ്ണ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 80 രൂപ വിലയുണ്ടെങ്കിൽ ഒരു കാരണവശാലും 150 രൂപയ്ക്ക് എണ്ണ കൊടുക്കാൻ പറ്റുകയില്ല. ഇതിന് ക്രഷിംഗ് കൂലി വേണം, കറണ്ട് കാശ് വേണം, മറ്റ് GST വേണം, പാക്കിംഗ് ചാർജ് വരും. അങ്ങനെ എക്സ്ട്രാ ധാരാളം ചിലവുകൾ. അഡ്വർടൈസ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ സൺഫ്ലവറിന്റെ ഓയിലിന്റെ പരസ്യം വരെയുടെ നമ്മൾ ടി വി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം പലപ്പോഴായിട്ട് എനിക്ക് തോന്നുന്ന ഒരു അരമണിക്കൂറെങ്കിലും കയറി ഇറങ്ങി പോകുന്നുണ്ടെന്ന് തോന്നുന്നു ടി വി കൂടെ. എല്ലാ പ്രമുഖ ചാനലിൽ കൂടെ ഉണ്ട്. റൈസ് ബ്രാൻഡ് എണ്ണയും ഇതുപോലെ തന്നെയാണ്. ശരിക്കും നല്ല റൈസ് ബ്രാൻഡിന് ഒരു 300 രൂപയുടെ മേലെ വില വരും. അതും നമ്മുടെ ഇതെല്ലാം മലയാളികളാണ് മേടിക്കുന്നത്. ഈ റൈസ് ഓയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിടയ്ക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെറും വയറ്റ് കഴിച്ച് കഴിഞ്ഞാൽ അസുഖം മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് 2 വാക്ക് പറയാമോ? നല്ല വെളിച്ചെണ്ണ പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ ഞങ്ങൾക്ക് 1 സ്പൂൺ എണ്ണ കഴിക്കാൻ തരുമായിരുന്നു. അത് നല്ല എണ്ണ കഴിക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ പാം ഓയിൽ ഇന്ത്യയിൽ 3-4 സ്റ്റേറ്റിൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മുഴുവൻ കേരളത്തിലാണ് മാർക്കറ്റ് ചെയ്യുന്നത്. മലയാളി മാത്രമാണ് പാം ഓയിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. മറ്റ് ഇന്ത്യയിൽ ഒരു രാജ്യത്തും പാം ഓയിൽ ഉപയോഗിക്കത്തില്ല. ഇതെല്ലാം ഉപയോഗിക്കുന്നത് മലയാളിയാണ്. നമ്മുടെ ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം പാം ഓയിൽ വീണ്ടും ഉപയോഗിച്ച എണ്ണകൾ വീണ്ടും ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. കൂടുതൽ അസുഖങ്ങൾക്ക് കാരണം ഇത് തന്നെയാണ്, എണ്ണയുടെ ഉപയോഗങ്ങളാണല്ലേ. അപ്പം കഴിഞ്ഞ ഒരു നാളിൽ ഞാൻ എൻ്റെ ഫാദറുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഡയറ്റീഷ്യൻ വന്നു. അതായത് ഡയറ്റിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ അവർ പറഞ്ഞു തരാമെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. വീട്ടിൽ വെളിച്ചെണ്ണയുടെ ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡയറ്റീഷ്യൻ തന്നെ പറഞ്ഞു വെളിച്ചെണ്ണയുടെ ഉപയോഗം നിർത്തണമെന്ന്. ഇപ്പോൾ അത് മാറി. നേരത്തെ ആയിരുന്നു ഒരു 8-10 കൊല്ലം മുമ്പായിരുന്നു. അതായത് വെളിച്ചെണ്ണ പാടെ ഉപയോഗം നിർത്തണമെന്ന് പറഞ്ഞു. പക്ഷേ ആ വെളിച്ചെണ്ണയുടെ ഉപയോഗം നിർത്തിയപ്പോൾ മുതൽ ഹോസ്പിറ്റലിൽ നല്ല തിരക്കായി തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പിന്നെ ഒരു ഡയറ്റീഷ്യൻ വന്നപ്പോൾ ഞാൻ ഈ ഡൗട്ട് ചോദിച്ചു വീണ്ടും. അന്നേരം പറഞ്ഞു അതും തിരുത്തി കേട്ടോ, ഇപ്പം വെളിച്ചെണ്ണ ഉപയോഗിക്കുക. കാരണം മിക്ക അസുഖങ്ങൾക്കും കാരണം ഈ സൺഫ്ലവർ പോലെയുള്ള വേറെ കൃത്രിമ എണ്ണകളും പാമൂല്യമാണ്. അത് കാരണം വെളിച്ചെണ്ണയുടെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഭക്ഷണ പദാർത്ഥത്തിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ശരിക്കും അമേരിക്കൻ ലോബിയാണ് ഈ സൺഫ്ലവർ വിൽക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഉണ്ട്, അത് കഴിക്കരുതെന്ന് പറഞ്ഞു വരുത്തിയത്. ഇപ്പോൾ വീണ്ടും അമേരിക്കയിലേക്ക് ധാരാളം വെളിച്ചെണ്ണ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ധാരാളം എണ്ണ അവർ ഉപയോഗിച്ചു തുടങ്ങി. അത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു മുട്ട കഴിക്കരുതെന്നാണ് നമ്മളോട് സാധാരണ ഡോക്ടേഴ്സ് പറയുന്നത്. ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം മുട്ട കഴിച്ചാൽ കുഴപ്പമില്ല. ഒരു മുട്ടയ്ക്ക് മഞ്ഞ ഉൾപ്പെടെ ഏതാണ്ട് 80 കലോറി ഇതുള്ളൂ. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് ദോഷകരമല്ല. ഒരു മുട്ട കഴിച്ചു എന്ന് വിചാരിച്ച് ഒരു ആരോഗ്യ പ്രശ്നവും നമുക്ക് വരാൻ പോകുന്നില്ല. ഇങ്ങനെ ധാരാളം തെറ്റിദ്ധാരണകൾ നമ്മൾ പറഞ്ഞു വരുത്തിയത് ഓരോരുത്തരുടെ മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ ഭാഗമാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെയുള്ള അസുഖങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പാടെ നമുക്ക് തുടച്ച് നീക്കാനുണ്ട്. കൂടുതലും നമ്മുടെ മലയാളി പൈസ, അതായത് ക്യാഷ്, ലാഭം പ്രതീക്ഷിച്ച് ഇവിടെ ലാഭമോ അല്ലെങ്കിൽ ഓഫർ പ്രതീക്ഷിച്ചാണ് ഓരോ ഇങ്ങനെയുള്ള എണ്ണകൾ, വിലക്കുറഞ്ഞ എണ്ണകൾ. പിന്നെ ഭാവിയിലേക്ക് എന്താ സംഭവിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ, എന്താ രോഗങ്ങൾക്ക് അവർ അടിമപ്പെട്ട് പോകുന്നു, ആയുസ് കുറയുന്നു എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ കുടുംബത്തിൽ പൊതുവെ അസുഖങ്ങൾ കുറയും. ചേട്ടാ, ഈ ഓയിലിൽ ഒത്തിരി കൃത്രിമമൊക്കെ നാട്ടിൽ നമ്മൾ കേരളം മൊത്തം നടക്കുന്നുണ്ടല്ലോ. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഒരു 6 മാസം മുമ്പ് പേപ്പറിൽ കണ്ടു 70ഓളം ഓയിൽ മില്ലുകൾ പൂട്ടിപ്പോയെന്ന്. അതായത് ഗവൺമെൻറ് അടച്ചു പൂട്ടിയെന്ന്. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ, ഇതിൻ്റെ മൂല്യച്യുതി എന്താ ചേട്ടാ? ഒന്ന്, നമ്മൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഏറ്റവും കൂടുതൽ മായം ചേർന്ന എണ്ണ ഉപയോഗിക്കുന്നത്. ഒന്ന്, പുതിയ തലമുറയ്ക്ക് നല്ല എണ്ണ ഏതാ മോശം എണ്ണ ഏതാ തിരിച്ചറിയാനുള്ളൊരു കപ്പാസിറ്റി ഇല്ല. അവർ വില കുറഞ്ഞ എണ്ണ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ മനോഹരമായ പാക്കിങ്ങിൽ കിടക്കുന്നത് വാങ്ങും. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ദോഷകരമായിട്ടാണ് കാണുന്നത്. അപ്പം അതറിയാവുന്ന പഴയ തലമുറയിലെ ആളുകളാണ് കൂടുതലും എൻ്റെ കസ്റ്റമേഴ്സ്. അവർക്ക് എണ്ണയിൽ എന്തെങ്കിലും മായം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അറിയാൻ പറ്റും. തൊടുപുഴയിലെ ഏതാണ്ട് 60-70% ഹോട്ടലുകാർ, കേറ്ററിംഗുകാർ, അതുപോലെ ചിപ്സ് ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ, ഇതെല്ലാം എൻ്റെ അടുത്താണ്. ഇവരെല്ലാം എൻ്റെ അടുത്താണ് എണ്ണ വാങ്ങി ഉപയോഗിക്കുന്നത്.
അവർക്ക് ഒരു കാരണവശാലും ഒരു ക്വാളിറ്റിയിലും കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഞാനത് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരാൾ പോലും ഞങ്ങളെക്കുറിച്ച് എണ്ണ മോശമാണെന്നോ അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. ഈ എക്സ്പെല്ലർ എണ്ണയും അതുപോലെ തന്നെ ചക്കിലെ എണ്ണയും തമ്മിലുള്ള വ്യത്യാസം തന്നെ ചേട്ടാ? എക്സ്പെല്ലറിലെ എണ്ണ എന്ന് പറഞ്ഞത് ചക്ക് ശരിക്കും ചൂടായി, അതിൻ്റെ കടലപ്പിണ്ണാക്ക് വരുന്ന പോലെ ചൂടായിട്ടാണ് വരുന്നത്. അത് നമുക്ക് തലയിൽ വെച്ച് കഴിയുമ്പോൾ തലമുടി പോവുകയും അങ്ങനെ ഉള്ള ഒരു എണ്ണയുടെ ഒരു പദം മാറുന്നുണ്ട്. പക്ഷേ ചക്കിലെ എണ്ണ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് കിട്ടുന്നതാണ്. ഏറ്റവും പഴയ കാലത്ത് നമ്മുടെ കാരണവന്മാർ യൂസ് ചെയ്തത് മരച്ചക്കാണ്. മരച്ചക്ക് കൊമേഴ്ഷ്യലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് പ്രാപ്തമല്ലാത്തതുകൊണ്ടാണ് റോട്ടറി ചക്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ ആയുർവേദ കമ്പനികൾ എല്ലാം റോട്ടറി ചക്കിലെ എണ്ണയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ധന്വന്തിരി പോലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ അടുത്ത് നിന്നാണ് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ധന്വന്തിരിക്ക് ഇവിടെ നിന്നാണ് എണ്ണ കൊടുത്തുകൊണ്ടിരുന്നത്. വേറെ ഏതൊക്കെ കമ്പനിയിലേക്ക്, അതായത് ഈ തലമുടി കേശ സംരക്ഷണത്തിനായിട്ട് ഇവിടുന്ന് എണ്ണ കയറി പോകുന്നുണ്ടോ? ഈ സമീപ സ്ഥലത്തുള്ള ആയുർവേദ ഹോസ്പിറ്റലിൽ, വാരിയേഴ്സ് ഹോസ്പിറ്റലിൽ നമ്മുടെ എണ്ണയാണ് പോകുന്നത്. അതായത് ചക്കിലാട്ടിയ എണ്ണ മാത്രമാണ് അതായത് നമ്മൾ തല വെക്കാനായിട്ട് കൊള്ളത്തോളം നല്ല ചേട്ടൻ പറയുന്നത്. നല്ല എണ്ണ ഉണ്ടാക്കുന്ന കമ്പനികൾക്കെല്ലാം ചക്കിലാട്ടിയ എണ്ണയാണ്. അത് കാരണം ചേട്ടന് ഈ എക്സ്പെല്ലറിനെ പ്രോത്സാഹിപ്പിക്കാറില്ല അല്ലേ? ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എക്സ്പെല്ലർ പലപ്പോഴും പല ആളുകളും പറഞ്ഞു നിങ്ങൾ എക്സ്പെല്ലർ വയ്ക്കുക, അപ്പോൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളത് മനഃപൂർവ്വം തന്നെ അത് വേണ്ടാന്ന് വെച്ചിരിക്കും. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെല്ലർ എണ്ണ നമ്മുടെ ശരീരത്തിന് തലയ്ക്ക് ദോഷകരമാണ്. കുക്കിങ്ങിന് കുക്ക് ചെയ്യാനും ടേസ്റ്റ് വ്യത്യാസമുണ്ടല്ലേ? നല്ല ചക്കിലാട്ടിയ എണ്ണയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ചേട്ടാ, ഈ നമ്മുടെ നാട്ടിക്കോടെ പല സ്ഥലങ്ങളിൽ നമ്മൾ ഇവിടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്ററിനിടയ്ക്ക് റോഡരികൂടെ ഈ ചക്കിലാട്ടിയ എണ്ണ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ച് സെയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അവിടെ എണ്ണയാട്ടുന്നൊന്നും കാണുന്നില്ല. പേരിന് കുറച്ച് കൊപ്രായും കൊണ്ടെന്ന് വെച്ച് അവർ എണ്ണയുടെ സെയിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എണ്ണ നമ്മുടെ കാണയാട്ടി അവർ നമ്മൾ കൊപ്ര വണ്ടി കൊടുത്താലും തരുന്നില്ല. അതിൻ്റെ കാരണങ്ങളെന്ന് പറയാം കേട്ടോ. ഇത് തന്നെയാണ് മലയാളികളെ പറ്റിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു സംഗതിയാണ്. എല്ലാവരും ചെയ്യുന്നത് ചക്കിലാട്ടി, ചിലർ ധാരാളം സമ്മാനങ്ങൾ ഓഫർ ചെയ്യും. അപ്പം ഈ സമ്മാനങ്ങൾ നല്ല എണ്ണയ്ക്ക് സമ്മാനം ഓഫർ ചെയ്യുന്നത്, ഞങ്ങൾ ഒരിക്കലും ഒരു സമ്മാനം ഓഫർ ചെയ്യുന്നില്ല. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയ്ക്ക് ഞങ്ങൾക്ക് ന്യായമായി വില കിട്ടിയാൽ മതി. അല്ലാതെ യാതൊരുവിധ എൻ്റെ എണ്ണ ഏറ്റവും നല്ലതാണെന്ന് ഞാൻ പറയാറില്ല. എൻ്റെ എണ്ണയിൽ മായം തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിക്കാറില്ല. പല കമ്പനിക്കാരും അങ്ങനെയല്ല. വളരെ മനോഹരമായ പാക്കിങ്ങിൽ മോശം എണ്ണകൾ ധാരാളം വിതരണം ചെയ്യുന്നുണ്ട്. പല ആളുകളും തെറ്റിദ്ധരിച്ച് ഇത് നല്ല എണ്ണയാണെന്ന് വിചാരിച്ച് വാങ്ങി കൂട്ടുന്നുമുണ്ട്. തൊടുപുഴയിലെ കൊപ്രയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്ന കൊപ്രകൾ. നമ്മുടെ കൊപ്രയ്ക്കുള്ള ക്വാളിറ്റി അത് വളരെ മനോഹരമാണ്, വളരെ ഇതാണ്. ഇത്രയും മനോഹരമായി അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള കൊപ്ര കിട്ടുന്നത് മറ്റ് സ്ഥലങ്ങളിൽ കുറവാണ്. തൊടുപുഴയിലെ കൊപ്രയ്ക്ക് ഒരു പ്രത്യേകത തന്നെയുണ്ട്, അതിൻ്റെ രുചി ഭയങ്കരമാണ്. നല്ല വെളിച്ചെണ്ണ എങ്ങനെ തിരിച്ചറിയാം? നല്ല വെളിച്ചെണ്ണ അത് ഒന്ന് ഈ കയ്യേൽ തൂത്തിട്ട് മണത്ത് നോക്കുമ്പോൾ കിട്ടും. പിന്നെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ രുചി അറിയാൻ പറ്റും. നല്ല എണ്ണ ഈർപ്പം അടിച്ചാൽ കാറിൽ വരും. നല്ല പാല് വൈകുന്നേരം 24 മണിക്കൂറിനുള്ളിൽ ഇത് കേടാവും. മോശം പാല് 4 ദിവസം എന്നാലും പിരിയേല, കേടാവില്ല. അപ്പം മോശം എണ്ണ ഒരിക്കലും കാറി പോകത്തില്ല. ഓക്കെ, നല്ല എണ്ണ. അപ്പം ചേട്ടൻ പറയുന്നത് നല്ല എണ്ണ ഫ്രീസ് ചെയ്യാതെ തന്നെ കട്ടയാകുന്നാണ് പറയുന്നത് അല്ലേ? നല്ല ക്ലൈമറ്റിലാണെങ്കിൽ കട്ടയാവും. ഫ്രീസ് ചെയ്താലും കട്ടയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഈ വെളിച്ചെണ്ണ, ഇപ്പം നല്ല വെളിച്ചെണ്ണ ആഗ്രഹമുള്ള ആൾക്കാർ, തല തേക്കാനൊക്കെ ആയിട്ട് ആഗ്രഹമുള്ള പല ആൾക്കാരുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് മിക്ക ആൾക്കാർക്ക് ഇപ്പം എണ്ണ ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചേട്ടന് അവർക്ക് എങ്ങനെ ഇവിടുന്ന് വെളിച്ചെണ്ണ എത്തിക്കാനായിട്ട് പറ്റും? തൊടുപുഴ ലോക്കലിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ സപ്ലൈ ചെയ്യാൻ പറ്റും. കൊറിയർ സൗകര്യം ചെയ്ത് കൊടുക്കും. കൊറിയർ സൗകര്യമുണ്ട്. ഞങ്ങൾ ജർമ്മനി, ഓസ്ട്രേലിയ മുതലായ രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചെന്നൈ, ഹൈദരാബാദ് മുതലായ ധാരാളം കസ്റ്റമേഴ്സ് ഞങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഫേസ്ബുക്ക് പേജുണ്ട്. അവർ ഞങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ഓൺലൈനായിട്ട് ഞങ്ങൾ അയച്ചു കൊടുക്കും. അതിനുള്ള സംവിധാനം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ TVC എന്ന ബ്രാൻഡിലാണ് ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഞങ്ങൾ TVC എന്ന ബ്രാൻഡ് ചെയ്ത് ഞങ്ങളിപ്പോൾ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ വർഷം ISO സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. തരണിയിൽ നിന്നാണോ ഇപ്പം മൊത്തം നമ്മുടെ ഇവിടുന്ന് എണ്ണ കയറി പോകുന്ന തരണിയിൽ നിന്നാണോ അറിയപ്പെടുന്നത്? TVC ബ്രാൻഡ് ഫുൾ നെയിം TVC ബ്രാൻഡ് ആണ്. ഫുൾ നെയിം എന്ന് പറയാമോ? അതിൻ്റെ TV ചാക്കോ, ഫാദറിൻ്റെ പേരാണ് TV ചാക്കോ. അതിൽ തരണിയിൽ ഓയിൽ മില്ല്, മാനുഫാക്ചേർഡ് ബൈ തരണിയിൽ ഓയിൽ മില്ല് എന്നാണ്. നമ്മുടെ അതായത് ഈ ലേബിൾ വെച്ച് വേറെ കൃത്രിമമായിട്ട് എണ്ണ നാട്ടിൽ കൊടുക്കുന്ന ഉണ്ടോ? ഇല്ലല്ലോ, എൻ്റെ ശ്രദ്ധയിലില്ല.
അപ്പോൾ ഇത് അറിയാനായിട്ട് നമ്മുടേതാണെന്ന് അവകാശപ്പെടാനായിട്ട് ഒന്ന് രണ്ട് പോയിന്റുകൾ എന്ന് പറഞ്ഞു തരുമോ? ഞങ്ങളുടെ ഇപ്പം ഇത് ലേബലുണ്ട്, നല്ല ലേബലുണ്ട്, ഇത് കോസ്റ്റ്ലി ലേബലാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കുപ്പിയാണ് ബോട്ടിൽ. ഇത് മറ്റേ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടില്ലാത്തൊരു കുപ്പിയാണ്. അതായത് ഈ കുപ്പിയുടെ ഈ ഫ്രെയിം, അതായത് ഫ്രെയിം എന്നല്ലേ പറയുന്നത്, ഈ ഫ്രെയിം നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തതാണ് അല്ലേ? അപ്പോൾ ഈ കുപ്പി ഈ കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് വേറെ ആരും അവകാശികളില്ലല്ലോ. ഇതിന്റെ പേറ്റന്റ് എടുത്താണോ? ഈ കുപ്പിയുടെ പേറ്റന്റ് എടുത്താണോ? എടുത്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, അതായത് ഈ കുപ്പി ഈ ചേട്ടൻ്റെ തന്നെയാണ്. ഈ കുപ്പിയുടെ ഡിസൈൻ ആ രീതിയിലാണ്. നമുക്ക് ആർക്ക് വേണേലും അറിയാനായിട്ട് വരും. ഇത് അരയുടെയാണ്, ഒന്നിൻ്റെ ഇതാണ്. ഈ രീതിയിലാണ് അതിൻ്റെ ബോഡി വന്നാക്കുന്നത്. ഈ കുപ്പിയുടെ ബോഡി വന്നാക്കുന്നത് ഈ ലെവലിൽ തന്നെയാണ്. ചേട്ടാ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പം സിംഗിളായിട്ട് ഇപ്പോൾ ഒരു കുടുംബത്തിനായിട്ട് ഇതുപോലെ എണ്ണ ആവശ്യമെന്ന് പറഞ്ഞാൽ കൊറിയർ ചെയ്ത് കൊടുക്കുമോ? കൊടുക്കും. അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റ് ആണെങ്കിലും ചേട്ടൻ്റെ നമ്പർ ഇതിൽ ഈ ചാനലിൽ കൊടുത്താക്കട്ടെ, കസ്റ്റമർ കെയർ നമ്പർ കൊടുത്താക്കട്ടെ, ഈ ചാനലിൽ കൊടുത്താക്കട്ടെ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സുഹൃത്തുക്കളെ കമൻറ്റ് ബോക്സിലും ഈ ചേട്ടൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഇട്ടാക്കാം. ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. പേരിങ്ങനെയേട്ടാ? പേര് തോമസ്. എണ്ണ മേടിക്കാനായിട്ട് വന്നതാണോ? എണ്ണ മേടിക്കാൻ വന്നതല്ല, ഞാൻ ഈ മില്ലിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ വർക്ക് ചെയ്തതിൻ്റെ പൈസ വാങ്ങാനായിട്ട് വന്നതാണ്. ഇവിടെ എങ്ങനെ എന്തെങ്കിലും മെയിൻ്റനൻസ് ആവശ്യങ്ങൾക്കായിട്ട് ചേട്ടന് വരാറുണ്ടല്ലേ? അല്ല, ഞാൻ ഈ ഏരിയയിലെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. ഓയിൽ മില്ല്, ചക്ക്, റോട്ടറി ചക്ക് എല്ലാത്തിൻ്റെയും വർക്ക് ചെയ്യാനായി. അതെല്ലേ? വർക്കുകൾ എല്ലാ ആഴ്ചയും വരുമോ, അല്ലെങ്കിൽ ഇവർ വിളിക്കുന്നതനുസരിച്ചാണ് വന്നേ? അല്ല, ഇവർക്ക് മെയിൻ്റനൻസ് വരുന്ന സമയത്ത് ഇവിടെ മാത്രമേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലും പോകുന്നുണ്ടോ? എല്ലായിടത്തും പോയി വർക്ക് ചെയ്യും. കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും വിളിച്ചു കഴിഞ്ഞാൽ പോവോ? ഈ മധ്യ കേരളത്തിൽ എല്ലാ സ്ഥലത്തും. മധ്യ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും വിട്ട് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരാണ് ഇതിൻ്റെ വർക്ക്. എത്ര കൊല്ലമായി ഇതിന്റെ വർക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്? ഞാൻ ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് 45-50 കൊല്ലമായി. 50 കൊല്ലമായി അല്ലേ? ഇവർ ഇവർ തുടങ്ങിയിട്ട് 47 കൊല്ലമായുള്ളൂ. അന്ന് മുതലേ ഞാൻ ഇതിൻ്റെ വർക്ക് ചെയ്യണം. ഇവരുടെ ചാക്കോച്ചേട്ടനും തരണി ചാക്കോച്ചേട്ടനുള്ള കാലം മുതലേ ഞാൻ തന്നെ വർക്ക് ചെയ്യും. ഇവിടുത്തെ നേരത്തെ ഉണ്ടായിരുന്ന ചാക്കോച്ചേട്ടനുള്ള കാലം മുതൽ തന്നെ ഇപ്പോൾ അവരുടെ പാവ ചാക്കോച്ചേട്ടൻ, തരണി ചാക്കോച്ചേട്ടനുള്ള കാലം മുതലേ ഞാനിവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഈ തരണിയിൽ എന്താ ചേട്ടന് ഈ തരണിയിൽ മില്ലിനെ കുറിച്ച് 2 വാക്ക് പറയാമോ? തരണിയിൽ മില്ല് ഈ തൊടുപുഴ ഇവിടെയുള്ള ഏരിയയിൽ, ഈ മധ്യ കേരളത്തിൽ ഇവിടെ ഇത്രയും വർക്ക് ചെയ്യുന്ന ഒരു മില്ലില്ല വേറെ. ഇത്രയും വർക്കുകൾ, ഇത്രയും എണ്ണ സെയിലുള്ള മില്ലില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് കിട്ടുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ നല്ല എണ്ണ കിട്ടുന്ന സ്ഥലം എന്നുള്ള നിലയിൽ പുറമേ നല്ല പേരുള്ളതാണ്. പുറത്തേക്കുമ്പോൾ എണ്ണ കയറ്റിപ്പെടുന്നത് ഇവിടെ. ഞാൻ ഇവിടെ വരുമ്പോൾ ചിലർ വിദേശത്തു നിന്ന് വന്നവരൊക്കെ എണ്ണ മേടിക്കാനായിട്ട് വരുന്നത് കാണുന്നുണ്ട്, ഞാൻ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. തൊടുപുഴയിൽ തന്നെ പൊതുവെ ആൾക്കാരോട് ചോദിക്കുമ്പോൾ നല്ല എണ്ണ കിട്ടുന്ന സ്ഥലം തരണിയിൽ ഓയിൽ മില്ലാന്നാണ് പറയുന്നത്. എണ്ണയിൽ ഒത്തിരി കൃത്രിമവും കാര്യങ്ങളുണ്ടല്ലേ? ഒത്തിരി കൃത്രിമ മായം ചേർത്ത് എണ്ണ ഇറക്കുമതി വിൽക്കുക എല്ലാവരും. ഇപ്പോൾ എല്ലാ മില്ലുകാരും തന്നെ എണ്ണ ഇറക്കി വെച്ച് വിൽക്കുവാണ്. പുറത്തുനിന്ന് എണ്ണ ഇറക്കി വെച്ച് എണ്ണ പറഞ്ഞ പേരേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതായത് മായം ചേർത്ത ഏറ്റവും വില കുറച്ച് ഇവിടെ കിട്ടും. അപ്പോൾ അവർക്ക് ലാഭം കൊള്ളുണ്ട്. ഇതാകുമ്പോൾ ഇവർ ശരിക്കും 24 മണിക്കൂറും പണിയാണ്. ഇവരുടെ ഗോഡൗണിലേക്ക് കൊപ്ര സ്റ്റോക്ക് ചെയ്ത് നമുക്ക് നോക്കിയാൽ കാണാം. അതുപോലെ ആട്ടി വിൽക്കുന്ന ആൾക്കാരല്ല, ഒരുപാട് കൊപ്രകൾക്ക് വിൽക്കുന്ന ആൾക്കാരാണ്. ശരിക്കും കൊപ്രയുടെ എണ്ണ കിട്ടണമെങ്കിൽ ഈ തൊടുപുഴ ഇവിടെ തന്നെ വരണം. ഒരുമാതിരിപ്പെട്ട അസുഖങ്ങൾക്കെല്ലാം കാരണം അതായത് കൃത്രിമ എണ്ണയുടെ ഉപയോഗം ആൾക്കാർ അറിയുന്നില്ല. തെങ്ങുള്ള ആൾക്കാർ ഇവരുടെ തേങ്ങ കൊണ്ട് തേങ്ങയായിട്ടോ അല്ലെങ്കിൽ കൊപ്രയായിട്ടും കടകളിൽ കൊണ്ട് വിറ്റിട്ട് അവർ സൺഫ്ലവർ ഓയിൽ പോലെയുള്ള ഓയിലുകൾ, കൃത്രിമ എണ്ണകൾ മേടിച്ചിട്ട് വിലക്കുറവാണ് എല്ലാവരും നോക്കുന്നത് അല്ലേ? അവിടെ എണ്ണ പറഞ്ഞ് അവിടെ നിന്ന് മാത്രമേ എണ്ണ കിട്ടാനിരിക്കുന്നത്. അത് ഒരു സൈസ് വൈറ്റ് ഓയിൽ വരും. അതിൻ്റെ അകത്തേക്ക് വെളുത്തിൻ്റെ എസൻസും നല്ലെണ്ണ വേണ്ടവർക്ക് അത് തന്നെ നല്ലെണ്ണയുടെ കളറും ചേർക്കും, നല്ല എസൻസും ചേർക്കും. അങ്ങനെ നല്ലെണ്ണയാക്കിയും വിൽക്കും. അങ്ങനെ എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു നല്ലെണ്ണയുടെ വർക്ക്. അതൊക്കെ നിന്നുപോയി. എല്ലാം എണ്ണ ഇറക്കി വയ്ക്കുക. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ ചേട്ടനോട് ചോദിക്കാം. ഈ അതായത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞുകൊണ്ട്
റോഡരികളിൽ കൂടെ ഇങ്ങനെ എല്ലാവർക്കും ബോർഡ് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മിക്ക സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോൾ ചക്കിലാട്ടിയെ വിളിച്ച്, പക്ഷേ അവിടെ പ്രവർത്തനങ്ങളൊന്നും കാണുന്നില്ല. പേരിനൊരു ചക്ക് മാത്രമേ ഇരിപ്പുള്ളൂ. ഒരു കിലോ കൊപ്ര ചോദിച്ചാൽ അല്ല പിണ്ണാക്കി ചോദിച്ചാൽ തരാൻ അവിടെ ഇല്ല. ഞാൻ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ കയറി സർവേ ചെയ്തായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പറഞ്ഞ ഞാൻ ചോദിച്ചു കാണ ആട്ടി തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ് കാണ ആട്ടി തരികയില്ല, ഇവിടെ വെച്ചിട്ട് വെക്കൂ, ആട്ടി തരാമെന്ന് പറയുന്നുണ്ട്. അത് ആ കൊപ്ര നോക്കിയിട്ട് അതിൻ്റെ നിങ്ങൾ നേരെ കാണ ആട്ടി തന്നാലും അല്ലെങ്കിലും നിങ്ങൾക്ക് എണ്ണ കിട്ടിയാൽ പോരെ. അപ്പം ഞാൻ അവരോട് നിർബന്ധം കൂടിയിട്ട് ഒരു ഇടത്ത് കൊണ്ട് ചക്കിലാട്ടി എണ്ണ മേടിക്കണം, അത് നല്ല എണ്ണ വേണമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ നമ്മുടെ വീട്ടിൽ നിന്നുള്ള എണ്ണ കൊണ്ടി കൊടുത്തിട്ട് 10 കിലോ കൊപ്ര കൊടുത്തപ്പോൾ അവർ തന്നത് 5 കിലോ എണ്ണയാണ്. ഞാൻ ചോദിച്ചു ഇത്ര എണ്ണ കിട്ടുമോ എന്ന് ചോദിച്ചു. അന്നേരം അവർ പറയാം ഈ ചക്കിന് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്, അത് കാരണം ഇത്ര എണ്ണയുള്ളതെന്ന്. അത് കഴിഞ്ഞിട്ട് ആ മിച്ചം വന്ന കൊപ്രയല്ലാതെ, അതായത് പിണ്ണാക്കല്ലാതെ വാരി ഞാൻ മറ്റൊരു എക്സ്പെല്ലറിൽ കൊണ്ട് ആട്ടിയപ്പോൾ എനിക്ക് അവിടുന്ന് 1.5 കിലോ എണ്ണ വേറെ എക്സ്ട്രാ കിട്ടി, ആ പിണ്ണാക്കിൽ നിന്ന് കിട്ടി. അതെന്താ ചേട്ടാ അതിന്റെ കാരണം എന്ന് പറയാമോ? പുതിയ മോഡൽ മില്ലിറങ്ങി ചക്ക ഇറങ്ങിയിട്ടുണ്ട് തമിഴ്നാട്ടുകാരുടെ. അത് അവർ വലിയതായിട്ട് പരസ്യം കൊടുത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് കളുപ്പ് വെച്ച് അങ്ങനെ മേടിച്ചാൽ അതിൻ്റെ അകത്ത് 50-52% എണ്ണ പരമാവധി കിട്ടുള്ളൂ എങ്ങനെ ആട്ടിയാലും. അതാണ് അതിന്റെ മറവില് മറ്റുള്ള എണ്ണ കൊടുക്കുമല്ലോ അവരെന്നിട്ട് നല്ല എണ്ണയാണ്, നാടൻ എണ്ണയാണെന്ന് പറഞ്ഞാൽ അവർ വില കൂട്ടി കൊടുക്കും. 200 രൂപ വിലയ്ക്ക് കൊടുക്കും. ഇവിടുത്തെ കാലം 25 രൂപ 30 രൂപ കിലോയ്ക്ക് ഞങ്ങൾ ഒറിജിനൽ കൊപ്ര ആട്ടുന്നതാണെന്ന് പറഞ്ഞു കൊടുക്കും. എനിക്ക് കിട്ടിയ എണ്ണയുടെ അളവ് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കി. കാരണം ആരാണെങ്കിലും പ്രതിഷേധിക്കുമല്ലോ, നമ്മൾ കൊടുക്കുന്ന എണ്ണ കൊപ്രയ്ക്ക് ആനുപാതികമായ ഒരു എണ്ണ കിട്ടാതെ വരുമ്പോൾ ആർക്കാണേലും നമ്മൾ പ്രതിഷേധിക്കുമല്ലോ. അപ്പോൾ ഞാൻ അവിടെ കൂടിയപ്പോൾ ആൾക്കാർ കൂടിയപ്പോൾ അവർ പറഞ്ഞു വേറെയുള്ള സ്ഥലങ്ങളിൽ പിണ്ണാക്കൊണ്ട് നാട്ടി നോക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ അധികം 1.5 കിലോ എണ്ണ എടുത്ത് കിട്ടിയത്. അതോടുകൂടി അത് പൂട്ടിപ്പോയി. അതായത് 10 ദിവസത്തോടെ ഉണ്ടായിരുന്നുള്ളൂ. ആൾക്കാർ പിന്നെ അവിടെ ആരും എണ്ണ മേടിക്കാതിരുന്നു. എവിടെയാണെന്ന് വെച്ചാൽ പഞ്ഞൂട്ടൂർ തന്നെയാണ് സംഭവം. അതങ്ങനെയാണ്. അതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആറ്റേജ് രണ്ടാമത് ആട്ടുമ്പോൾ വീണ്ടും എണ്ണ കുറയോ അതിൽ കൂടുതൽ എണ്ണ കിട്ടും പൂവായിട്ട് ഒറ്റയടിക്ക് ആട്ടി കഴിഞ്ഞാൽ. അവിടെ കൊപ്ര പേരിന് 2-3 ചാക്കോ കൊപ്ര കൊണ്ടു വെക്കും. ഒരു 50 കിലോ കൊപ്ര മേടിച്ച് ആട്ടും. എണ്ണ വേറെ അതിന്റെ മറവില് വേറെ എണ്ണ കൊടുക്കും. ഇവിടുന്ന് എണ്ണ മേടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്, ഒത്തിരി പേരെ എനിക്കറിയാം. ഉണ്ടല്ലേ? ഈ മില്ലിൽ നിന്ന് തന്നെ എണ്ണ മേടിച്ചിട്ട് ഞങ്ങൾ ആട്ടി എണ്ണയാന്ന് പറഞ്ഞ് വെച്ച് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. ചേട്ടാ വിവരങ്ങൾ തന്നതിന് ഒത്തിരി താങ്ക്സ്. ചേട്ടന്റെ ഫോൺ നമ്പറോടെ എന്ന് പറയുമോ? 94 00 00 57 85 72 തോമസ് ചേട്ടനല്ലേ? അപ്പോൾ അതായത് ഓയിൽ മില്ലിനെ സംബന്ധിച്ച് എന്തെങ്കിലും മെയിൻ്റെനൻസ് കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനെ വിളിക്കുക. ചേട്ടന് പെട്ടെന്ന് വരെന്ന് പറയല, അപ്പോയിൻമെൻറ്റ് തരും. ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞായിരിക്കും വരുന്നത്. എങ്കിലും ഉത്തരവാദിത്വമായിട്ട് അല്ലേ ചേട്ടാ? അതായത് മില്ലിൻ്റെ എന്തെങ്കിലും വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഉത്തരവാദിത്വമായിട്ട് ചെയ്ത് കൊടുക്കാൻ വരെ നമ്മുടെ കസ്റ്റമർക്ക്. ഓക്കെ ചേട്ടാ, വിവരങ്ങൾ തന്നതിന് ഒത്തിരി താങ്ക്സ്.
അതെ അല്ലേ? മെയിനായിട്ട് ഇതിൻ്റെ അതാണ് ഏറ്റവും കൂടുതൽ കൈകാര്യം ഈ ചക്ക, ഈ രണ്ട് ചക്ക അല്ലേ? ഏറ്റവും അവസാനം എടുത്ത ഇതല്ലേ? ആട്ടാനുണ്ട് ചേട്ടാ ഇതാ ഇനി ആട്ടുവോ? ഇത് ആട്ടി കഴിഞ്ഞതല്ലേ? അതെല്ലേ? 50 മിനിറ്റിൻ്റെ തീർന്ന ആട്ടണം അല്ലേ? അതെല്ലേ? എന്തോ കൊത്തിട്ട് ഇടമുറുക്കാക്കിയെടുക്കും. ഇടമുറുക്കാക്കിയിട്ടാ അത് വാരിയും ഈ രണ്ടെണ്ണത്തിനകത്ത് മുറിച്ചെടുക്കും. കട്ടക്കനം എന്ന് പറയും. കട്ടക്കനം അതല്ലേ? കട്ടക്കനത്തിൻ്റെ ലെവലിട്ട് കഴിയുമ്പോൾ ആയി വരും. ഇപ്പം നമ്മൾ ഇട്ടതല്ലേ ഇതാ? ആദ്യം ഇട്ട ചക്കാണ്, കുറച്ച് നേരം മുമ്പ് ഇട്ട ചക്കാണ്. എണ്ണ പേരെങ്ങനെയാടാ? പേര് എവിടെ? വീട് കദളിക്കാട്. എത്ര നാളായി ഇവിടെ ആയിട്ട്? 7-8 വർഷമാണ്. 7 വർഷമായില്ലേ? ഭരണി പേരെങ്ങനെയാട്ടാ? പേര് എവിടെയാ? വീട് എവിടെയാ? മുട്ടത്തല്ലേ? പോയി വരുവാണോ? എത്ര നാളായി ഇവിടെ ആയിട്ട്? ഞാൻ 3.5 വർഷമായി. 3 വർഷമായില്ലേ? ഇത് കട്ട് ചെയ്യുന്നല്ലേ? സുഹൃത്തുക്കളിത് കട്ട് ചെയ്യുന്നതാണ്. നമ്മൾ കൊപ്ര ഈ മുകളിലേക്ക് ഇട്ടിട്ട് കട്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ് കാണാൻ പോകുന്നത്.
എത്ര നാളായി ഇവിടെ ആയിട്ട്? 40 വർഷമാകും. 40 വർഷമാകുന്നു. 40 കൊല്ലം ഇത് തുടങ്ങിയ മുതലുള്ള അല്ലേ? തുടങ്ങിയ ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ എവിടെയാ സാഹചര്യം താമസിക്കുന്നത്? എവിടെയാ? ഇവിടെ അരിപ്പുഴ അല്ലേ? മുതലാളിയുടെ വീടിൻ്റെ അടുത്ത്. അതെയോ? ഓക്കെ ഓക്കെ എന്നാ അപ്പം ഫാദറിന്റെ കാലത്തൊന്നും ഇവിടെ ഉള്ളതല്ലേ? ഫാദർ മരിച്ചിട്ട് എത്ര നാളായി? 5 വർഷമായി. എന്തോ അതെല്ലേ? ആഹാ. എണ്ണ നിറയ്ക്കും. ഇതില് എത്ര ലിറ്റർ ഉള്ളും ചേട്ടാ ഇതില്? എത്രയാ? ഇതെല്ലാം ഇങ്ങനെ ആട്ടുന്ന എണ്ണ ഇതെല്ലാം സ്റ്റോക്ക് കയറി ടാങ്കി കൂടെ അല്ലേ?